കോഴിക്കോട് മൂഴിക്കല്ല് ഇരട്ടമരണത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് പോലീസ്. നസ്രീന, അദിനാൻ എന്നിവരെയാണ് ഇവരുടെയും തറവാട്ട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും സഹോദരിമാരുടെ മക്കളാണ്. അടിമുടി ദുരൂഹത, ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം. കഴിഞ്ഞ ദിവസമാണ് നസ്രീനയെയും അദിനാനെയും ഇവരുടെ കുടുംബ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നസ്രീനയെ കൊന്ന ശേഷം അദിനാൻ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും കേസ് കൂടുതൽ സങ്കീർണമായി വരികയാണ്. നസ്രീനയുടെയും അദിനാന്റെയും മൊബൈൽ ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത്. നസ്രീനയുടെയും അദിനാന്റെയും ഓരോ ഫോണുകൾ വീതവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണുമാണ് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിൽ നിന്നാണ് നസ്രീനയുടെ ഫോണിൽ നിന്ന് അദിനാന്റെ സുഹൃത്തിന്റെ ഫോണിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം പോയതായി കണ്ടെത്തിയത്. പുലർച്ചെ 1:30-നും 2 മണിക്കുമിടയിൽ അയച്ച സന്ദേശത്തിൽ അദിനാൻ മരിച്ചു എന്നറിയിക്കുന്ന ഉള്ളടക്കമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ അന്വേഷണ സംഘം അദിനാന്റെ സുഹൃത്തിന്റെ മൊഴിയും നസ്രീനയുടെ 3 ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി. കൊല നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അടുത്ത ബന്ധു, ബഹളം കേട്ട് വീട്ടിലേക്കെത്തിയ 2 ബന്ധുക്കൾ എന്നിവരുടെ മൊഴികളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇവർ 3 പേരും നസ്രീനയുടെ പിതാവിന്റെ വീട്ടിലാണ് നിലവിൽ ഉള്ളത്. തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്ന അദിനാൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് നസ്രീന കണ്ടെത്തി വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ അദിനാനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെയാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. കൊലപാതകം നടന്ന ദിവസം അദിനാൻ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നസ്രീനയെ അദിനാൻ കൊലപ്പെടുത്തിയ ശേഷം എന്തിനാണ് നസ്രീനയുടെ ഫോണിൽ നിന്നും സുഹൃത്തിന് സന്ദേശം അയച്ചു എന്നതും, അദിനാൻ തന്റെ 2 ഫോണുകളിൽ ഒന്ന് ഉപേക്ഷിക്കാതെ മറ്റൊരു ഫോൺ മാത്രം ഉപേക്ഷിച്ചത് എന്തിനാണെന്നതും പോലീസിനെ കുഴക്കുന്നുണ്ട്. അദിനാന്റെ ശരീരത്തിൽ നിന്നും ലഭിച്ച ടേപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്.